ക്ഷേത്രാരാധനയിലൂടെ ഗ്രഹദോഷശാന്തി എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഗ്രഹങ്ങളുടെ സുസ്ഥാനസ്ഥിതി കൊണ്ട് സൽഫലങ്ങളും ദുസ്ഥാനസ്ഥിതി കൊണ്ട് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് ജ്യോതിഷം പ്രതിപാദിക്കുന്നു. പൂർവാർജിത സുകൃത ദുഷ്കൃത കർമ്മങ്ങൾ അനുഭവിക്കുന്നതിനായി സ്വീകരിച്ചിട്ടുള്ളതാണ് ശരീരം. ഓരോ ജീവിക്കും മുൻജന്മ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിനായി ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം മറ്റു യുഗങ്ങളെ അപേക്ഷിച്ച് കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥന കൊണ്ട് ശാന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ളത്. ഈശ്വരഭജനം, ധാർമ്മിക ജീവിതം മുതലായവ കൊണ്ട് മനുഷ്യന് ഗ്രഹദോഷങ്ങളിൽ നിന്നും കുറച്ചൊക്കെ മുക്തി കൈവരിക്കാൻ കഴിയും. ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ മോശമായ ദശാപഹാരാദികളുടെ സമയത്തോ അതാതു ഗ്രഹങ്ങളുടെ അതിദേവതമാരെ പൂജിക്കുകയാണെങ്കിൽ ദോഷശാന്തി കൈവരിക്കാൻ സാധിക്കുമെന്ന് ജ്യോതിഷം ഉദ്ഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു ജാതകം പരിശോധിച്ച് ഏതു ദേവനെ ഉപാസിച്ചാലാണോ ആ വ്യക്തിക്ക് ഉന്നതിയുണ്ടാവുക എന്ന് മനസ്സിലാക്കി ആ ദേവനെ വിധിപ്രകാരം ഭജിക്കുകയാണെങ്കിൽ അത്യന്തം ശ്രേഷ്ഠമാണ്. ഉദാഹരണമായി വ്യാഴത്തെ കൊണ്ടാണ് ഒരാൾക്ക് പ്രയോജനം അധികം ലഭിക്കുന്നതെന്ന് കരുതുക. അങ്ങനെ ആയാൽ വ്യാഴത്തിൻ്റെ അതിദേവതയായ മഹാവിഷ്ണുവിനെ ഭജിക്കുകയോ ദശാവതാരമൂർത്തികളെയോ ഭജിക്കുകയാണെങ്കിൽ ബുദ്ധി, പ്രതിഭ, പ്രജ്ഞ, പൗരുഷം, ധർമ്മബോധം മുതലായവ വർദ്ധിക്കുന്നു. ഭജിക്കുക എന്നത് സഹസ്രനാമ സ്തോത്രം ജപിക്കുകയോ ഭാഗവതം, രാമായണം മുതലായവ പാരായണം ചെയ്യുകയോ ആകാം. കൂടാതെ ക്ഷേത്രദർശനം നടത്തുന്നതും ഓരോന്നിനും അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. മനസ്സിൽ എത്രമാത്രം ഭക്തിയോടുകൂടി ചെയ്യുന്നുവോ എന്നതിനാണ് പ്രാധാന്യം.